എന്തേ കഴിക്കാനും സന്തോഷേ? ഓ, എന്തെങ്കിലും ഉണ്ടായിനോ? ഇനി പുട്ടും ബീഫ് കറിയും മാത്രമേ ഉള്ളൂ. അടയ്ക്കാൻ നോക്കുക. എനിക്ക് പുട്ട് വേണ്ട, ബീഫ് എടുക്കുമോ? ഒരു പ്ലേറ്റ് ബീഫ് കൊടുക്കും ഇവിടെ. ആ, പിന്നെ ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം തരും. കഴിക്കാനോ? ഗ്ലാസും വെള്ളവും ഞാൻ തരാം. പെട്ടെന്ന് കഴിച്ച് പോയിക്കോളാം. ഞാൻ വേഗം പോയിക്കോളാം. തണുത്തല്ലേ വേണ്ടേ? ഇതെന്തായാലും കഴിയുമ്പോൾ സന്തോഷേ, ഓ, ഒരു കുപ്പി വെള്ളവും ഒരു ഗ്ലാസും കൂടി കൊടുത്തേക്ക്. ആ, വെള്ളം ഗ്ലാസ്. ആടെ എന്തെങ്കിലും വേണേന്? ഹലോ 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 എണീറ്റാട്ടെ. ഹലോ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. അല്ല, ഇന്നലെ പോയില്ല? എന്തേ പോവാഞ്ഞ്? എങ്ങോട്ട് പോയ? പോയിട്ട് എന്താ കാര്യം? ഒരു ചായ കിട്ടുമോ? സന്തോഷേ, ഓ, ഒരു ചായ ഇങ്ങോട്ട് എടുത്തോ. ആ, ഹരിയേട്ടാ ഹരിയേട്ടാ, ഒന്നിരിക്കെ. എന്തിനോർക്കാതെ? പുറത്ത് അമ്മാവൻ വന്നിട്ടുണ്ട്. അമ്മാവൻ വന്നിട്ടുണ്ട് പുറത്തുനിന്ന്. വാ. എല്ലാവരും ഇപ്പം നമ്മളെ ഹരിനെപ്പലാവും ഏട്ടാ. കുറച്ചൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടോ ഇന്നത്തെ കാലത്ത്? കുറച്ചൊന്നല്ല, നല്ലോണം ഉണ്ട്. മാമനെപ്പോഴാ വന്ന്? ആ, ഞാനിപ്പോൾ വന്നുള്ളൂ. എനിക്കൊന്ന് പോണ്ടേ? പോണോ? ആ, വന്നല്ലോ. എനിക്ക് പല്ല് തേക്കാൻ ഇനി മാത്രമൊക്കെ പല്ലുണ്ടോ? ഇതൊക്കെ പിന്നെ പല്ലല്ലേ? മാമനെക്കാട്ടും എനിക്ക് പല്ലുണ്ട്. ആയിക്കോട്ടെ. ദേവട്ടി വാ, വയടിക്ക് തരാം. മാമനിരിക്കെ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഞാൻ ഇറങ്ങാം. എനിക്കേ ആ പണിക്കരൊന്ന് കാണണം. ശരി. ചെറിയാനിപ്പം വിളിക്കലുണ്ടോ? അവൻ ഫോൺ ചെയ്യലുണ്ടോ? ആ, വിളിക്കാറൊക്കെ ഉണ്ട്. അവൻ ഇക്കൊല്ലം വരുന്നാ പറഞ്ഞത്. അല്ല ഏട്ടൻ ഊണൊക്കെ കഴിച്ചിട്ട് പോയാ പോരെ? ഇല്ല, എനിക്ക് ഇറങ്ങണം. പിന്നെ നീ അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ.
ദേവുട്ടി വാ, അച്ഛന് പോവാൻ സമയമായില്ലേ? അച്ഛമ്മ തരാലോ. അച്ഛൻ തന്നാ മതി ആ, എനിക്ക്. അച്ഛൻ പോയാൽ നീ അച്ഛമ്മേന്റെ അടുത്ത് വരൂ കേട്ടോ. അപ്പ അച്ഛമ്മ തന്നാ മതി. ആ, ഇങ്ങ് വാ, എനിക്ക് ഞാൻ തരാം. മാമൻ എന്താ വേഗം പോയതമ്മേ? മാമൻ എവിടെ പോവാനുണ്ടല്ലേ? മാമൻ എന്താ വന്നേന്നറിയോ? എന്താ? പ്രബീഷിന്റെ കാര്യം പറയാനാ. ഏത് പ്രബീഷ്? പ്രബീഷ് ഏതാ? മാമന്റെ മോളുടെ കെട്ടിയോൻ. ആ, ഓനെന്താ? അവനെന്താ എപ്പോഴും കുടിയാ. ഓള് കെട്ടിത്തൂങ്ങാനൊക്കെ പോയിനോലെ. തന്നെയോ? ഓനെ കണ്ടാൽ അങ്ങനെ തോന്നൂല്ലോ. എന്നോടൊന്നും അവനെ കാണാൻ പറഞ്ഞിക്ക്. കാര്യം എന്തെന്നറിയാലോ. പോവോ? ഞാനെ കണ്ടെന്ന് പറയേ, പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാ? നീ ഒന്ന് അവിടം വരെ പോയി നോക്ക്, ചെന്ന് കണ്ട് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞാ അപ്പോ കേക്കൂ? അതൊക്കെ കേക്കൂ, നിന്നെ വലിയ ബഹുമാനാ. എടി വേഗം പോയി ഡ്രസ് എടുത്തേക്ക്, സാറിന്റെ മീറ്റിംഗ് ഉള്ളതാണ്. ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ തന്നെയാണ് ഒരു കമ്പനി വളരാനുള്ള ഏറ്റവും നല്ല കാര്യം. നമുക്ക് മാത്രമല്ല, എല്ലാ കമ്പനികൾക്കും. അപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കണം. മറ്റൊരു കമ്പനി വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല. ഞാനതിനെ ഭയക്കുന്നില്ല, പിന്നെ നിങ്ങളെന്തിനു ഭയക്കണം? പിന്നെ ഹരിയെ പോലെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ നമുക്കുള്ളപ്പോൾ നമ്മളെന്തിനു പേടിക്കണം, അല്ലേ? എല്ലാവരും ആ ലെവലിലേക്ക് വന്നാൽ നമ്മൾ നമ്പർ 1 പ്രോഡക്റ്റ് കമ്പനിയായി മാറും. അതുപോലെ റോ മെറ്റീരിയൽസിന്റെ കാലതാമസം ഞാൻ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പു തരാം. എന്താ ജോർജെ, അതുപോലെ? സാർ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും? സാറേ മറ്റേ കാര്യം, കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ നല്ല റിസൾട്ട് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ രീതി. അതിന്റെ ഭാഗമായി ഇന്നൊരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പോകും. മറ്റാർക്കുമല്ല, നമ്മുടെ ഹരിക്ക് തന്നെ. അപ്പൊ പിന്നെ മറ്റൊന്നുമില്ലല്ലോ. ഇല്ല സാർ ഓക്കെയാണ്. ജോർജ്, പിന്നെ എന്തായാലും ഇന്ന് ഇമ്മീഡിയറ്റ് ടെസ്റ്റ് ചെയ്യണം. പ്രോഡക്റ്റ് കംപ്ലീറ്റ് പോയിരിക്കണം. മാത്രമല്ല, ആ മറ്റേ കവറിംഗ് ലെറ്റർ അയാളോട് അയക്കാൻ പറയണം. നിർബന്ധമാണ്. എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. ഇതിന് ചിലപ്പോഴാ അതെന്തിനാ? അല്ല, നാളെ അവന്റെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ? അല്ല, അത് മാറ്റി ഇതാക്കണോ? ഞാൻ റെഡി. അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടണ്ട. നാളെ 5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും അങ്ങെത്തും. അപ്പന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെ അവിടെ നിന്ന് ഒഴിവാക്കണല്ലോ. അതെന്തായാലും വേണ്ടില്ല, എന്റെ പുരക്കൂടൽ ഉഷാറായി തരണം. എന്താണ് എനിക്കൊരു വിഷമം? കുപ്പിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അതേ ശരി ആയിരുന്നു. തന്നോണ്ടല്ലോ. ഒന്ന് നിർത്ത്. എന്താടാ? അല്ല, സാധനം വേണ്ടേ? എന്നാ പോയി വാങ്ങിക്കൊണ്ട് ഞാൻ ഒറ്റക്കോ? ഒന്ന് വേഗം നോക്കിയിടൂ, സമയമില്ല. പോകാ. ഞാൻ ഇവിടെ കാനാ നീ എവിടെന്നാ? രവീഷേ. ഓ, അളിയാന്താ? നീ എന്താ ഇവിടെ? ഞാനൊരു ചെറുത് വാങ്ങാൻ വന്ന. എല്ലാം നിർത്തിക്കൂടെ? ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അളി ഉള്ളത് പറയാലോ, ഞാൻ ഡെയിലി ഒരു 3 എണ്ണം കഴിക്കും. അതും നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ അധ്വാനിക്കുന്നതല്ലേ. പക്ഷെ വേറെ അലമ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും വീട്ടുകാരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണോ? ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓ, ഇതിനൊക്കെ വീട്ടുകാർ ടെൻഷൻ അടിക്കാൻ വന്നാല് അടിക്കട്ടെ വിചാരിക്കും, അല്ലാണ്ട് ഒന്നും ചെയ്യല്ല. ഇത് തന്നെ നമ്മളെ പരമാവധി നന്നാലാണ്. എന്നാ ഞാൻ പോയിട്ടോ. ആയിക്കോട്ടെ. കിട്ടി. ഇലക്കാട് വാടോ. എന്തൊക്കെയാടാ? വാ വാ, കേറ് കേറ് വാ. എല്ലാരും ഇരിക്കട്ടോ. ഗ്ലാസ് അവിടെ ഉണ്ടേ, ഞാൻ വെള്ളം തുടങ്ങി. ഒഴിച്ചൂടി. ഓ മിശ്രായ നമ. അനക്ക് ഏയ് മദ്യത്തിനാലും നിർബന്ധിക്കാൻ ഇഷ്ടമാരെ എല്ലാ ദിവസവും ഈ പരിപാടിയായി മാറിയിട്ടുണ്ട്. എന്നാണ് എന്റെ പെണ്ണുങ്ങൾ എന്നെ ചവിട്ടി പുറത്താക്കാന്ന് എനിക്കറിയില്ല. നീ പിന്നെ കുടിക്കുന്നില്ലാന്ന് വെക്കാം. ഞങ്ങളെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിലേ ഇന്നൊക്കെ എന്നോ വീട്ടും ചവിട്ടി പുറത്താക്കേണ്ടി. എല്ലാ തലമുണ്ടാക്കിയ എല്ലാത്തിനും ഞാൻ ഇപ്പൊ തന്നെ പിടിച്ച് ചവിട്ടി പുറത്താക്കി. ഇതല്ലേ എന്റെ സാധനം? എന്നാ സമ്മതിക്കല്ലേ? എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാന്ന് കഴിക്കാം. ഇങ്ങനെ തുള്ളി കുടിക്കൂലല്ലോ. ടച്ചിങ്സ്
ഒന്നെന്തായാലും കുടിച്ചോളൂ. മിക്കവാറും. ആരറിയാനാടോ ഒന്നൊക്കെ കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ അടിച്ചാൽ ആരും അറിയില്ല എന്നാ വിചാരം. ഇവനെ അടിച്ചു കഴിഞ്ഞാ പൂച്ച മത്തി കടിച്ചുകൊണ്ടുവന്ന മാതിരിയേ ഒരു നടത്താ. ആ നടത്തം കണ്ടാ തന്നെ അറിയില്ല എല്ലാവർക്കും ഇവൻ കുടിച്ചിട്ടാ വരുന്നതെന്ന്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെയാ ബാക്കി ഉണ്ടാവും മക്കളെ. ഞാൻ ഈ അഭിപ്രായക്കാരൻ. കറക്റ്റ്. നമ്മൾ അമീർഖാന്റെ കുടിരിക്കല്ലേ മറ്റന്നാള്. നമ്മളെല്ലാരും കൂടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണോ അതോ? മൂപ്പര സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പൈസ കൊടുക്കുന്ന അതെന്നാ ഞാൻ അവനോട് പറഞ്ഞേ. പിന്നെ സാധനത്തിന്റെ പൈസ മൂപ്പര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം ഒന്നും വാങ്ങിപ്പിക്കുന്നത് മോശല്ലേ? അനക്കത് പറയാ, ഇനി അടിക്കൂലല്ലോ. ഓ അനക്ക് അതാ വലുത്. എന്നാ പിന്നെ നമുക്ക് ക്യാഷ് കൊടുക്കാം അല്ലേ? ഈ പോലെ ഇടുവാ. ഇതാ നോക്ക്. ഇതെന്തിഞ്ഞി നോക്കാനാ? സീനൊന്ന് നോക്ക്. ഈ സ്ക്വയർ മാറിയിട്ട് റൗണ്ട് ആയിരുന്നെങ്കിൽ കുറച്ചൊരു ഭംഗിയായി. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണല്ലോ. അല്ല സാറേ, ഞാൻ ആ ഡിസൈൻ ഒന്ന് പറഞ്ഞതായിരുന്നു. ആദ്യം നീ പറഞ്ഞ ഡിസൈൻ ചെയ്. അരീനെ ഷാജി സാർ വിളിക്കുന്നുണ്ട്. വരുന്നു. നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്, ക്വാളിറ്റി എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. പിന്നെ മെറ്റീരിയൽസിന്റെ ലഭ്യത അനുസരിച്ച് എത്ര വേണോ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ. പ്രോഡക്റ്റ് നല്ലത് വേറെയും കിട്ടും. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങളുടെ ഡിസൈൻ കണ്ടിട്ടാണ്. അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസിന് റെഡിയല്ല. ഒരിക്കലും അതുണ്ടാവില്ല, അത് പേടിക്കണ്ട. യെസ് കം ഇൻ. ഹരി വരൂ. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കമ്പനിയുടെ ഡിസൈനിങ് ഹെഡ്. ഓഹോ, വെരി ഗുഡ്. ഞാൻ നിങ്ങളുടെ എല്ലാ ഡിസൈനും കണ്ടിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. നമ്മുടെ ഡിസൈൻ ഏതാന്ന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. ഹരി, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവർക്ക് കുറച്ച് ഡിസൈൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രോഡക്ട്സ് നമുക്ക് ഉടനെ അയച്ചു കൊടുക്കാൻ കഴിയുമോ? കുറച്ച് മെറ്റീരിയൽസിന്റെ കുറവുണ്ടാവും, എന്നാലും നമുക്ക് കൊടുക്കാം. സാരല്ല, ശരി. ഹരി വെക്കൂ. ശരി സാർ. സാറ് ബിസിയാണോ? അവിടെ ഉണ്ട്. നമ്മുടെ കുടിയിരിക്കലിന്റെ കാര്യം പറയാൻ വേണ്ടി. മറ്റന്നാളത്തെ കാര്യം. പോയി പറഞ്ഞു പോരെ. ശരി, നോക്കട്ടെ. കുടിയിരിക്കൽ നടക്കുന്ന എവിടെയാ? എടാ എല്ലാരും കൂടെ ഇങ്ങോട്ട് പോന്നാളഞ്ഞോ. പിന്നെ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞില്ലേ? എന്നാലും അവിടെ എന്തെല്ലാം പണിയുണ്ട്. രാവിലെ തുടങ്ങിയല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക്. പാവൻ 2 പെമ്മാക്കള അങ്ങോട്ട് ജീവിച്ച് പോയിക്കോട്ടെ. എനിക്കാണ് മേലും കയ്യൊക്കെ വേദനയായിട്ട്. ഹലോ, എവിടെയുള്ളത്? ഞങ്ങൾ രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. നീ ഊണ് കഴിച്ചോ? ഇല്ല, വരും വെച്ചോ. എല്ലാടെ വിളിച്ച് ഓളോട് അങ്ങനെയൊക്കെ പറയുന്നു. അതിനെന്താ, ആണുങ്ങളെ അടിക്കൂലേ? അതിനകത്ത് അവൻ ആണല്ലെന്നല്ലേ? അടിയടാ. ഇത് അണക്കുന്നിന്റെ കടാടാ. അല്ലെങ്കിൽ അതൊന്നല്ല. എന്തായാലും ഈ കട്ട കമ്പനിയിലൊക്കെ ഞാനുണ്ട്. എനിക്കിപ്പോ 2 അടിക്കുന്നതിന് എന്താ? എന്നാണ് മേലും കൈക്ക്. ആയിക്കോട്ടെ, പക്ഷെ ഇതൊരു ശീലാക്കണ്ട. പിന്നെ കഴിച്ചിലാക്കാൻ പാടില്ല. ശീലാക്കെ ഞങ്ങൾക്ക് വാങ്ങി തന്നിരും. ഇതോടെ നിർത്തി. അടിക്കുന്നവരോടൊക്കെ ബഹുമാനം തോന്നി. ഇപ്പം മനസ്സിലായല്ലോ അടിക്കുന്നവരെ ബുദ്ധിമുട്ട്. ഈ പ്ലേറ്റ് കട കൊണ്ടു കൊടുക്കണ്ട. ഞാൻ ഈ അമീർഖാന്റെ അടുത്തേക്കില്ല. നിങ്ങൾ പോയി പറഞ്ഞു പോരി. അയ്യടാ, 1 ലിറ്റർ സാധനം ഒറ്റക്കടിച്ച ആളല്ലേ കുത്തിരിക്കുന്നു. ഇത്ര വേഗം പൂസാക്കുക നാടകത്തിനും സിനിമയിലും മാത്രമേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയൊന്നും ആവില്ല മോനെ. എന്തായാലും വേഗം നോക്കി നമുക്ക് പോവാ. അത് ന്യായം. ഓക്കെ, പോവാ. നിങ്ങൾ മോളെ ഗുളിക വാങ്ങി? വാങ്ങി. മോൾ ഉറങ്ങിയോ? അവളുറങ്ങി. നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ? നിങ്ങൾ എന്ത് ചെയ്യും ഇതിന്? ഞാനൊരു ബിയർ കുടിച്ചടി. അതിനിപ്പോ എന്താ? ഞാൻ ദേശം ബ്രാൻഡ് കുടിച്ചെന്ന്. അതിനിപ്പോ എന്താ? അപ്പൊ കുഴപ്പമില്ലല്ലേ? ചങ്ങായി, ഓവറാക്കണ്ട. ഇത് അത്ര നല്ല സാധനം ഒന്നല്ല. എന്നിട്ടാണല്ലോ ഇവിടെ എല്ലാരും കുടിച്ചുകൊണ്ട് കിടക്കുന്നത്. കുടിച്ചിട്ട് ന്യായീകരിക്കണ്ട. പെട്ട തന്നെ അറിയുന്ന കേട്ടാ തോന്നും ഞാനിവിടെ ഫുൾ ടൈം വെള്ളടിച്ചെടുക്കാന്ന്. ഒന്ന് പോടാ.
എടാ കണ്ണൂർ ലോഡിനുള്ള മുഴുവൻ പൈപ്പും കൊടുത്തോ? എടാ നീ തന്നെ മെനയാന്ന് കണക്കാക്കിയിട്ടില്ലായിരുന്നോ? അത് റൗണ്ടല്ലേ ഞാൻ പറഞ്ഞത്, പൈപ്പല്ലല്ലോ. എടാ ഇവൻ്റെ കിളി പോയോ? കൊല്ലത്തേക്കല്ലോ റൗണ്ട്, കണ്ണൂർക്കല്ലേ? ഒരു ട്രിപ്പ് കൂടെ ആവാണ്ട് ഇല്ലൊന്ന് ഒപ്പിട്. രാവിലത്തെ അല്ലേ ഉള്ളു. ആ എൻ്റെ കട്ടിലേക്ക് കഴിഞ്ഞോ? ഒന്നും പറയണ്ട. അതിപ്പോൾ നടക്കും തോന്നില്ല. പണിക്കാരൊക്കെ ഒരു അവാർഡ് പണിക്കാരൻ. ആ സുരാജിൻ്റെ അനിയൻ്റെ കല്യാണം എന്നാ? അതുകൊണ്ട് അച്ഛമ്മ മരിച്ചിട്ട് മാറ്റിച്ചില്ലേ? അപ്പോൾ ഈ അടുത്തൊന്നും കമ്പനിയിൽ ആരും ഫംഗ്ഷൻ വെച്ചിട്ടില്ലേ? ഇല്ല, എന്തേ കണക്ക് വെക്കണോ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അവൻ്റെ പ്രൊമോഷൻ്റെ ചിലവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലേ മെനിയാന്ന് കഴിഞ്ഞ്. എന്താ ചെയ്യാ, പാവപ്പെട്ടിനെ കുടിക്കാൻ നാട്ടിലൊരു ഫംഗ്ഷൻ. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ എന്നെ ഫംഗ്ഷൻ വെച്ച് നീ എന്നെ മോളെ പറഞ്ഞാൽ ചോദിക്കാൻ പോയതാ. ഡേറ്റ് എപ്പോഴാ? 12-ാം തീയതി. അപ്പം 4 ദിവസം ഉണ്ട്, നമുക്ക് പൊളിക്കാം. ഓക്കെ. അമീർ ഭായ് ഗിർ ഗയ, അമീർ ഭായ് ഗിർ ഗയ. എന്താ പറ്റി? എല്ലാവരും ഒരു വണ്ടി വിളിയടാ. എടാ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് നല്ല ടെൻഷൻ കയറ്റി ഒരു തലവേദന. എല്ലാം ശരിയായിക്കോളും. വെള്ളം കൂടി. എടാ ഒന്ന് പിടിക്കടാ. എങ്ങനെയുണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ, ഒന്ന് തല ചുറ്റി. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടടാ, ഒന്നുമില്ല. മൂപ്പരവിടെ കുറച്ച് നേരം കിടന്നോട്ട് കിട്ടോ. എടാ ബർത്ത്ഡേ നിന്റെ വീട്ടിലാക്കട്ടെ, വല്ലാത്ത കഷ്ടപ്പോയി. മോക്കൊരു ഗിഫ്റ്റ് പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അത് ശരി. അതിന് ഈ വിഷമിക്കണ്ടടാ, ഗിഫ്റ്റ് തന്നേക്ക്, ഞാൻ കൊണ്ട് കൊടുത്തോളൂല്ലേ. അത് നേരിട്ട് കൊടുക്കുമ്പോഴേ അതിന് സുഖമുള്ളൂ. എന്നാ അങ്ങോട്ട് പോവാം. പരിപാടിയൊന്നും അവിടെ നടക്കൂല. ഇനിയിപ്പോ എന്തായാലും വേണ്ട, എന്തായാലും കൊണ്ടുവന്നല്ലേ. എന്താ പറയണ്ട് പറഞ്ഞത്? ഇമ്പോളൊക്കെ എത്ര കാലമാണ് ഈ കമ്പനിയിൽ ഇങ്ങനെ പണിയെടുക്കുന്നത്? നമ്മളൊക്കെ ഓരോ ക്രിയേറ്റീവ് പീപ്പിൾസ് അല്ലേ. സാലറിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പണിയെടുത്തിന് എന്താ കാര്യം? അതാ ഞാൻ ചോദിക്കുന്നത്. അതിന് ഇമ്പോളെ 4 ആളും നല്ല പ്രൊഫഷണൽസ് തന്നെയാണ്. നമ്മളെ കാര്യം പോട്ടെ, ഇപ്പോൾ ഹരീനെ നോക്ക്, ഇവനെ പോലെ ആരെങ്കിലും ഈ സിറ്റിയിൽ ഡിസൈൻ ചെയ്യും? അത് ശരി. അല്ല അതിനെൻ്റെ അഭിപ്രായം എന്താ? അതായത് ഇവൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ദൈവം സഹായിച്ച് അതെന്താന്ന് പോലും എനിക്ക് മനസ്സിലാക്കില്ല. ഒരു ചെറുത് വേണം എടുത്തടിച്ചോ. എനിക്ക് വേണ്ടടാ. എന്നാ വേണ്ട, മദ്യത്തിനാരും നിർബന്ധിക്കാറില്ല. എന്നാ ഞാൻ വേണമെങ്കിൽ അന്നത്തെ മാതിരി രേശ അടിക്കല്ലേ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ എന്നെ എന്തിനാ നോക്കിക്കുന്നത്? എനിക്ക് വേണം 2 എടുത്ത് അടിച്ചൂടെ? അല്ല പിന്നെ എന്തിനാണ് കൂമ്പ് പാടി പോയിടാ പോണ്ടവരോ. ചങ്ക് പാടാൻ കുറച്ച് വെള്ളം ഒഴിക്കി. എനിക്ക് ഇങ്ങനെ അടിക്കുന്ന റാങ്ക്, ആ റാങ്കിൽ അടിച്ച് ഇവൻ എന്നെ വരയ്ക്കും. അവൻ്റെ പെണ്ണുങ്ങൾ അണിയിക്കുന്നുണ്ടോ വിടടാ. കീറ്.
എടാ നീ എവിടെയാടാ? ഇന്നലെ നീ എന്ത് കാട്ടിക്കുട്ടി വല്ല ബോധമുണ്ട്? ഞാനിപ്പോഴാണ് എണീറ്റത്. ഇന്നലെ ആകെ പ്രശ്നമായി. തലയാണ് പൊട്ടി പൊളിഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ തല വെട്ടിപ്പൊളിയും. അമ്മാതിരി ഇടയിൽ ഇന്നലെ അടിച്ച് എങ്ങോറുണ്ടാവും. എൻ്റെ ബൈക്ക് എവിടെയുള്ളത്? അത് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഡേ പറ്റിപ്പോയതാടി. നീ എന്നെ അടിക്കില്ല. സത്യം നീയാണ് സത്യം നീ കുടിയേയില്ല. എന്താ പരിപാടി? അല്ല എന്താ ഇപ്പത്? എന്ത്? നീ ഒറ്റക്കുള്ള അടിയൊക്കെ എപ്പം തുടങ്ങി? നിനക്ക് വേണോ? ഹരി, ഇത് വേണ്ടട്ടോ. എന്താ നിന്റെ പ്രശ്നം? എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിട്ടാണ് വെള്ളം അടിക്കുന്നത്. ഞങ്ങളോട് ദേഷ്യപ്പെടാൻ ഞങ്ങൾ എന്താ ചെയ്തത്? എനിക്ക് ആരോടും ദേഷ്യമില്ല. വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്. പെണ്ണുങ്ങളാണ് ഒരു സൗകര്യം തരുന്നില്ല. മോക്കാണെ തീരെ സുഖമില്ല. മോക്ക് സുഖമില്ലാണ്ടായാലേ നീ എന്തിനാ ഈ മരുന്ന് കുടിക്കുന്നത്? അതൊന്നല്ല, ഈ വെറുതെ ഓരോ കാരണങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളോട് എന്താ പറയുക? കുറച്ചും കൂടെ പേശിനെങ്കിൽ ചില്ലറും കൂടെ കിട്ടീനി. ചേലക്കാണ്ട് പോടാ അവിടുന്ന്. പമ്പറിന്റെ മോളെന്ന് പറഞ്ഞോ 2500 ഉറുപ്പ്യ തന്നോ മൊയന്തായിട്ട്. ഇനിയിപ്പോ അതിന്റെ മുകളിൽ സർക്കസ് കളിക്കാൻ നിൽക്കണ്ട. അല്ല, ഒരു 500 രൂപ കിട്ടീനെങ്കിലേ ജോർജ് പെട്ടെന്ന് വെള്ളം കൂട്ടാണ്ട് കുടിച്ചാലേ അത്ര ഒറ്റ കോട്ടറേ, കസ്റ്റമറോട് വാങ്ങി കഴിക്കുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? മൂപ്പര് സ്നേഹത്തോട് തരുന്നല്ലേ, അതിന് എനക്കെന്താ? പറഞ്ഞാ കേൾക്കൂല. ഇല്ലേ, അത് പ്രശ്നമൊന്നുമില്ല. നീ ഇപ്പൊ സാറോട് പറയേണ്ടി വരും. അല്ല, നമ്പ്യാർ അനിയനല്ലേ കോയിക്കലെ? അല്ല, ഞാൻ നിങ്ങളെപ്പോഴും കാണലുണ്ടല്ലോ. അല്ല, ഞാൻ അവിടെ അല്ല. ആ, അങ്ങനെ പറ. നിങ്ങൾ ആലിക്കലല്ലേ? അല്ലല്ല, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വലിയ പിന്നെ ഇതിപ്പോ എവിടെയാണ്? ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ അവിടെ വാടകയ്ക്ക് താമസിക്കുക. ഞാൻ അങ്ങനെ വരവൊന്നുമില്ല. ഇപ്പൊ ഒരു ടെൻഷൻ വന്നപ്പോൾ 2 അടിക്കാൻ വേണ്ടി വന്ന. ആ, ടെൻഷൻ വന്നാൽ അടിക്കണം. ചെറിയൊരു ടെൻഷനാണ്. നിങ്ങൾക്ക് എപ്പോ ടെൻഷൻ വരുന്നു അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ആ എടാ, മധ്യസ്ഥം പറയണ്ടേ? ചെറുത് വാങ്ങി തന്നിട്ട് പോടാ. ആ, പോയിക്കടാ, പോയിക്കോ. എവിടെ കുടുങ്ങുമ്പോഴേ നമ്മളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞോളൂ മധ്യസ്ഥ വെക്കാൻ. അതിനോട് ഞാൻ പല പ്രാവശ്യം കിട്ടിയ പോരാ കോട്ടറെ, വെറുതെ ചോദിച്ചു വാങ്ങിയ മധ്യസ്ഥ കാലത്തൊട്ട് കോട്ടർ പോയി രംഗത്തുണ്ട്. അവിടെ പുറത്ത് ഞാൻ അങ്ങോട്ട് വരാം.
നിങ്ങളല്ലാതെ അയാൾക്ക് സാധനം കൊടുക്കൂ. കൂട്ടി തൊടിക്കാൻ പറ്റില്ല. ഹരി, നീ എന്താ ഈ കാണിക്കുന്നത്? ആ ജോമാൻ കമ്പനി കൊടുത്തിരിക്കുന്ന മെഷർമെന്റ് ഫുള്ള് പഴയതാണല്ലോ. അത് തന്നെയാണല്ലോ. ആര് പറഞ്ഞ്? എന്നോ തന്നിട്ടുണ്ട് പുതിയ മെഷർമെന്റ്. നീ ഇതൊന്നും നോക്കാറില്ലേ? അതുപോലെ ആ മാങ്കാവിലെ പാർട്ടിക്ക് കൊടുക്കേണ്ട ബഡ്ജറ്റ് മുഴുവൻ മിസ്റ്റേക്കാ. ഇങ്ങനെയായാലും ഇപ്പം എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഷായി സാറ് വിളിക്കുന്നുണ്ട്, നീ വാ. नहीं यार, 5 लाख से कम नहीं कर सकते. सबका दाम बड़ा हो गया ना. अच्छा, मैं ठीक करूँगा. मील बेचूंगा. ओके. എന്താ ഹരി, എന്താ പ്രശ്നം? ഇങ്ങനെ പോയാൽ ബിസിനസ്സൊക്കെ നഷ്ടാവൂലേ? നിന്റെ വർക്കിന് എന്താ സംഭവിച്ചത്? മൊത്തം കുഴപ്പമാണല്ലോ. ഹരിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ല. ഹരിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? പറയേ, നമുക്ക് പരിഹാരം കാണാം. ഒന്നുമില്ല സാർ. ഒന്നുമില്ലെങ്കിൽ ഹരി പോയിക്കോളൂ. ആര്യല്ലേ അത്? എന്താ എണ്ണ കഴിഞ്ഞാ? ആര്യ, ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് കൂടാൻ വേണ്ടിയിരുന്ന. നടക്കട്ടെ. എന്നാ ഒന്ന് പിടിപ്പിക്കേ. വേണ്ടൊക്കെ ഞങ്ങൾ അറിഞ്ഞിക്കണേ. കാര്യമൊക്കെ വേഗം നാട്ടുപാട്ടാവുമല്ലോ. വേണ്ടാത്ത കാര്യമൊക്കെ എല്ലാരും വേഗം അറിയല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ നാടിന്റെ ഒരു ഇത്. നല്ല കാര്യം ചെയ്ത ഒരു കുട്ടി അറിയില്ല. ആ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനേ മോക്കൊരു ഗുളിക വാങ്ങാൻ വേണ്ടി ടൗണിൽ പോകാൻ ഇറങ്ങിയത്. വണ്ടിയിൽ എണ്ണ അങ്ങോട്ട് തീർന്നു. അത് ശരി. എന്നാ ഒരു പണി ചെയ്യേ, നിങ്ങളുടെ വണ്ടിയായിട്ട് പോയിക്കോളി. അതെടുത്താ അതൊരു ഉപകാരമായി. ആയിക്കോട്ടെ. ഇതായിട്ട് പോയിക്കോളി. ഇവന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കോളി. പോരുമ്പോ എണ്ണ വാങ്ങിക്കാണ്ട് പോരി. വരുമ്പോ നമുക്ക് രസം എണ്ണ വാങ്ങല്ലേ? അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇതന്നെ ധാരാളം. അല്ല, അതിൽ 2 പെഗ് ഞാൻ അടിച്ചു കഴിഞ്ഞു. അത് മുഴുവൻ തീർന്നില്ലേ? എന്തായാലും വേണ്ടില്ല, ഒരു രസം വാങ്ങാം. എന്നാ വാങ്ങിയോടെ. രാത്രി മല്ലികൾ പൂക്കുമ്പോ നോക്കിക്കോ. രാത്രി മല്ലിക പൂക്കുമ്പോ ഒന്നും പറയണ്ട. 9 മണിക്ക് 2 മിനിറ്റേ ഉള്ളൂ. ബീവറേജിന് സാധനവും വാങ്ങണം, മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നും വാങ്ങണം, പിന്നെ പെട്രോളും വാങ്ങണം. അതിനല്ലേ ഞാൻ വിളിക്കുന്നത്. നീ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കും, ഞാൻ പോയിട്ട് ബീവറേജിൽ നിന്ന് ഗുളിക വാങ്ങിക്കാം. അല്ല, നീ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിക്കും, ഞാൻ പോയിട്ട് ബീവറേജിൽ നിന്ന് സാധനം വാങ്ങിക്കാം. അത് വേണ്ട, നിങ്ങൾ പോയി ഗുളിയും മരുന്നും വാങ്ങിക്കോളി. ഞാൻ ബീവറേജിൽ പോയി സാധനം വാങ്ങിക്കും. എന്ത് പണ്ടാരക്കിലാക്ക്. പൈസ എടുക്ക്, പൈസ. എന്നാ വരി, പൈസ വേഗം ചെല്ലി, ബീവറേജ് പടക്കും. ഇതേതാ നായിക്കത്? ഞാൻ മാന്യന്മാരെ കൂടെ ആയിരിക്കുമല്ലോ കേട്ടോ. മിണ്ടാണ്ട് ഇറങ്ങി. ചാവി ആദ്യം പിടിക്കും. സാധനം വാങ്ങി. ആരെ കൂട്ടിട്ടാ വന്നേക്കണേ നോക്ക്. അല്ല, സാധനം വാങ്ങിണ്ട്. ഇയാളെ കൂടെ പണിയാ കാണിച്ച് ഇയാളെ കൂട്ടി വരേണ്ട വല്ല കാര്യമുണ്ടോ? ചേലക്കാണ് പോവാൻ പറഞ്ഞ അവരോട്. ഇത് അടിക്കണമെന്നില്ല, അരയിലുണ്ടായാൽ മതി. നമുക്ക് ഒറ്റക്ക് അടിക്കാം. ഞാൻ ആ ചങ്ങായിമാരുള്ള പോവാൻ പറഞ്ഞ പട്ടികളോട്. നാളെ പട്ടി എന്നാ റേഷൻ അടിക്കാൻ പറ്റും. ബാക്കി നാളെ അടിക്കാം. നാളെയോ? നോക്കാം. എന്നാ ഗുളിക പിടിപിടി. പെണ്ണുങ്ങൾ കിടത്തി പൊറപ്പിക്കും.
ഇതേതാ ഗുളിക? നീ പറഞ്ഞേ. ഗുളിക മാറിപ്പോയല്ലോ. ഇതാണല്ലോ എനിക്ക് തന്നത്. ഞാനിനി പെണ്ണുങ്ങളോട് എന്താ? അവര് തന്ന ഗുളികയല്ലേ ഇത്? മെഡിക്കൽ ഷോപ്പാണ്. ഞാനും ചെയ്യാനാ. ഇന്ന് വല്ലാത്തൊരു ദിവസം. എന്താ ചെയ്യ? നീ ഇങ്ങനൊന്നും മിണ്ടാണ്ട് വളം വെച്ചെടുത്താ പിന്നെ ഓനിങ്ങനെ ആവാണ്ടിക്കുവോ? ഇപ്പൊ ഞാനായ കുറ്റക്കാരി. ഇന്നലെ മരുന്ന് വാങ്ങാൻ പോയതോ കുട്ടിക്ക് ഇങ്ങനെ തിരിച്ചു വരികയെന്ന് എനിക്കറിയോ? തലയൊന്ന് പൊന്തട്ടെ ചോദിക്കണല്ലോ എന്താ അവന്റെ നിലപാടെന്ന്. ഇങ്ങനെ പോയ എങ്ങനെ ശരിയാവുക? എനിക്ക് അവ മാത്രമല്ല ഉള്ളത്, താഴെ ഒന്നുകൂടി ഉണ്ട്. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിയന്നെ വേണം. ഓരോ ശീലങ്ങൾ ഇവിടുന്ന് കിട്ടുകയാവും. അതന്നെ വേണ്ടത്. ചോദിക്കണം ഒരു പെൺകുട്ടിയെ വളർന്നു വരുന്നത്. എന്താണ് സജി, ഒരു സൂപ്പർവൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പണിയും നടക്കണ്ട. സാർ ഒരു ഡിസൈൻ പോലും ഇത്ര നേരമായിട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ചോദിക്കുമ്പോൾ തലവേനാന്നാ പറയുന്നത്. സാർ ഇപ്പോൾ സ്ഥിരമാണ്, ഒരു വർക്ക് പോലും ടൈമിന് കൊടുക്കാൻ പറ്റുന്നില്ല. ചോദിച്ചാൽ ചൂടാവും. ഹരി എവിടെ? ഹരി 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 ഇപ്പം സ്ഥിരം എങ്ങനെയാണ് സാറേ? ഞങ്ങൾ സാർ അറിയിക്കാനായിട്ടാണ്. ഐറ്റിങ്ങളാണെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി നോക്കിക്കാണ്. ഓരോ കുറ്റം പറയാൻ പറ്റില്ല. ഇവനിപ്പോൾ സ്ഥിരതിനല്ലേ പരിപാടി. ഇപ്പോൾ ജോലി പോയപ്പോൾ സമാധാനമായല്ലോ, ആയില്ലേ? ഞങ്ങൾ നിന്നെ കുറ്റം പറയാന്ന് വിചാരിക്കരുത്. നീ ഇപ്പം കുറച്ച് ഓവറാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഹരി, നീ വെറുതെ, നിനക്കിപ്പം വീട്ടിൽ ഒരു പ്രശ്നമില്ലാന്ന് ഞങ്ങൾക്കറിയാം. നീ വേറെ എന്തെങ്കിലും പറ. എന്താണ് നീ കുട്ടിയുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പരിപാടി വെറുതെ ഇല്ലേ? ഞങ്ങൾ എത്രയായി നിന്നോട് പറയുന്നത്? നീ ഇപ്പം പഴയ ആളേ അല്ല. വൈകുന്നേരം ആയാൽ ഏതൊക്കെയോ എവിടേക്കോ ഉള്ള കൂട്ടുകാർ. പറഞ്ഞിട്ടൊരു കാര്യമില്ല, സാറ് സ്വഭാവം അറിയാലോ. ഇപ്പം വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. ഹരിയേട്ടനെ സാറ് വിളിക്കുന്നുണ്ട്. കഴിവുള്ള ആൾക്കാർക്ക് എവിടെ പോയാലും പണിയുണ്ടാവും, മനസ്സിലായോ? എനിക്കിപ്പോൾ പണി ഉണ്ടായിച്ച അക്കാര്യത്തിൽ ഈ ടെൻഷൻ അടിക്കണ്ട.
അല്ലെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇന്ന് രാവിലെ അനിയൻ വിളിച്ചിന്, അപ്പൊ തൊട്ട ടെൻഷൻ. അനിയൻ എവിടെയാണ്? ഓൻ ചെന്നൈയിലാണ്. കമ്പനിയിൽ നിൽക്കുമ്പോഴാ അവൻ്റെ കോള് വന്നത്. അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഓനൊന്നും നമ്മളോട് അങ്ങനെ പറയാൻ പാടില്ല. എന്തേനു എന്നോട് പറഞ്ഞേ? ഞാൻ അങ്ങനെ കുടിച്ചിരുന്ന അവന് പെണ്ണിട്ടൂല. ഓൻ്റെ ഏട്ടനാണെന്ന് ഓർക്കണ്ടേ. ഒന്നെങ്കിൽ കുടിയെടുത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ആ പറഞ്ഞ കാര്യമാക്കണ്ട. കാരണം നമ്മളൊരു കുടിയനാണോ? ആ വീട്ടിലൊരു പൂച്ച പറ്റാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. സത്യം, ഞാൻ അനുഭവിച്ചതാ. ഇതൊക്കെ അനുഭവിക്കണമെന്ന് കുടിയന്മാരെ തലയിൽ ദൈവം തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് വിട്. പിന്നെ എല്ലാ കുടിയന്മാരെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആണോ? അരി വാങ്ങുന്ന കള്ളു കുടിക്കാൻ കമ്പനി എന്നല്ലാതെ എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പിരിയുമ്പം കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും. ഞാനും പെണ്ണുങ്ങളും ഒരു വാടക വീട് എടുത്ത് മാറാനുള്ള പരിപാടിയാണ്. ഇനി നമ്മളുണ്ടായിട്ട് അവൻ്റെ കല്യാണം മുടക്കണം.